മിശ്രവിവാഹിതരുടെ സുരക്ഷയ്ക്ക് സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ പരിഗണിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭീഷണി നേരിടുന്ന മിശ്രവിവാഹിതരെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ ഉപയോഗപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് ബോംബെ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്ര സർക്കാരിന് സംസ്ഥാനത്തെ 36 ജില്ലകളിലും ഗസ്റ്റ് ഹൗസുകൾ ഉള്ളതിനാൽ ഓരോ ഗസ്റ്റ് ഹൗസിലും നിശ്ചിത എണ്ണം മുറികൾ ഇതിലേക്ക് നീക്കിവെക്കണമെന്ന് ജസ്റ്റിസുമാരായ രേവതി മൊഹിതെ പാട്ടീൽ, ശിവകുമാർ ജി ദിഗെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട യുവാവും യുവതിയും വിവാഹം കഴിക്കുന്നതിന് സർക്കാർ സുരക്ഷ ഏർപ്പാടാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. 2018 സുപ്രീം കോടതി വിധിയിൽ ഭീഷണി നേരിടുന്ന മിശ്രവിവാഹിതർക്ക് സുരക്ഷാ ഭവനങ്ങൾ ഒരുക്കണമെന്ന് സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യം ഇരുവരും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മഹാരാഷ്ട്ര സർക്കാർ ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മിഹിർ ദേശായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസുകൾ ഉപയോഗിച്ചാൽ പോലീസ് സുരക്ഷയുടെ കാര്യവും പരിഹരിക്കപ്പെടുമെന്ന് കോടതി എടുത്തുകാട്ടി. മഹാരാഷ്ട്ര നിയമസഭയുടെ ശീതകാല സമ്മേളനം നാഗ്പൂരിൽ നടക്കുന്ന സാഹചര്യത്തിൽ മറുപടി നൽകാൻ സമയം വേണമെന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇത് പരിഗണിച്ച കോടതി അടുത്ത വാദം കേൾക്കൽ ഡിസംബർ 20 മാറ്റി.